പരസ്യ പ്രസ്താവനയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയത് കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വിലപ്പോവില്ലെന്ന് തെളിയിക്കുന്നതാണ് നേതാക്കളുടെ പുതിയ പ്രസ്താവനകൾ. KPCC പ്രസിഡന്റും മന്ത്രിസഭാംഗവും വരെ ആരോപണ പ്രത്യാരോപണങ്ങളുമായി സജീവമായതോടെ സംഘടന നീങ്ങുന്നത് ഗുരുതര പ്രതിസന്ധിയിലേക്ക്. UDF കൺവീനർ PP തങ്കച്ചനെതിരെ പരസ്യ ആക്രമണം നടത്തിയ മുരളീധരന് മറുപടി നൽകിയത് KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തലയാണ്. PP തങ്കച്ചൻ പറയുന്നത് മുന്നണി തീരുമാനങ്ങളാണെന്നും അത് വില കുറച്ച് കാണരുതെന്നുമാണ് ചെന്നിത്തല മുരളിക്ക് മറുപടി നൽകിയത്. മുന്നണിയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് UDF കൺവീനർ PP തങ്കച്ചൻ അഭിപ്രായം പറഞ്ഞത്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ അഭിപ്രായത്തിന് വലിയ പ്രാധാന്യമുണ്ട്. UDF തീരുമാനത്തിനെതിരെ കടുത്ത പ്രതിഷേധമുയർത്തിയ K മുരളീധരൻ ഇന്ന് ലക്ഷ്യമിട്ടത് കോൺഗ്രസ് നേതൃത്വത്തെയാണ്. ഘടകകക്ഷികൾക്ക് നേതൃത്വം വഴങ്ങിക്കൊടുക്കുന്നു എന്ന പഴയ പരാതി വീണ്ടും ഉയർത്തിയത് സംഘടനയ്ക്കുള്ളിലെ പ്രതിസന്ധി മുന്നിൽ കണ്ടാണ്. മറ്റു മാർഗങ്ങളില്ലാത്തതുകൊണ്ടാണ് പ്രവർത്തകർ കോൺഗ്രസിനൊപ്പം നിൽക്കുന്നത് എന്ന മുരളിയുടെ പ്രസ്താവനയ്ക്ക് പിന്നിൽ നേതൃത്വം പൂർണ്ണ പരാജയമാണെന്ന തുറന്നു പറച്ചിലാണ്. കൊടുത്തില്ലല്ലോ. ഒരു കാരണവശാലും ജയിക്കാതെ വയനാട് പോയിട്ട് മത്സരിച്ചോ, നമ്പർ തേക്കണമെങ്കിൽ വയനാട് പോയി വന്നോ, ചാൻസലർ പൊന്നാനി ഞങ്ങൾ വിട്ടുകഴിക്കാമോ. അതാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നയം പറയും. നമ്മൾ ഒരുമാതിരി ജയിക്കാൻ സാധ്യതകളൊക്കെ കടാക്ഷിക്ക് കൊടുത്ത് അവസാനം ഈ വിളമ്പുകാരൻ ചോറുണ്ടാവില്ല എന്ന് പറയുന്ന പോലെ നമുക്ക് ആവശ്യത്തിന് സീറ്റ് കിട്ടും. അതുകൊണ്ടാണ് കോഴിക്കോടുള്ള ഞാൻ ഒരു തിരുവനന്തപുരത്ത് കഴിയുന്നത്. 1.5 വർഷം പിന്നിട്ട ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ അഴിച്ചുപണിക്ക് സമയമായെന്ന സൂചനകൾ മന്ത്രി ആര്യാടൻ മുഹമ്മദും നൽകുന്നു. രമേശ് ചെന്നിത്തല മന്ത്രിസഭയിൽ എത്തണമെന്നതിന് പുറമെ ആഭ്യന്തര വകുപ്പ് ഏറ്റെടുക്കണമെന്നും A ഗ്രൂപ്പിലെ പുതിയ സമവാക്യങ്ങളിൽ അതൃപ്തി രേഖപ്പെടുത്തിയ ആര്യാടൻ പറയുന്നു. നയപരമായ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ പാർട്ടിയിൽ വേദികളില്ലെന്ന് VM സുധീരനും തുറന്നടിച്ചു. പുനഃസംഘടന വൈകുന്നത് മൂലം പ്രതിസന്ധിയിലായ സംസ്ഥാന കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കൂടുതൽ പൊട്ടിത്തെറികൾ ഉണ്ടാക്കുന്നതാണ് നേതാക്കളുടെ പുതിയ പ്രസ്താവനകൾ. ഇന്ത്യ വിഷൻ, തിരുവനന്തപുരം.